ഹലോ നമസ്കാരം, ഞാൻ ബിജില. ഇന്ന് നമ്മൾക്കൊരു സ്പെഷ്യൽ കറി ഉണ്ടാക്കാം. നല്ല കോൾഡാണ്, അതുകൊണ്ട് സൗണ്ടിന് ഭയങ്കര ബാസാണ്. അപ്പോൾ കുറച്ച് മല്ലിയില, കുറച്ച് വേപ്പില, 3 തക്കാളി, 3 സവാള, 10 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഇത്രയും സാധനങ്ങളാണ് ഈ ബൗളിലുള്ളത്. ഇത് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അരയ്ക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് വലിയ ജീരകം കൂടി ഇടാനുണ്ട്. ഈ കറിയുടെ പേര് മുട്ട ചുരുട്ട് കറി എന്നാണ്. ഈ പേര് ഞാൻ പേളിമണിയുടെ അടുത്തുനിന്ന് കോപ്പി അടിച്ചതാണ് കേട്ടോ. ഈ കറിയൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാവും, പക്ഷേ ഞാൻ ആദ്യമായിട്ട് ഡിഫറെൻറ്റ് സ്റ്റൈലിലാണ് ഇപ്പോൾ ഇന്ന് ഈ കറി ഉണ്ടാക്കാൻ പോണത്. മുൻപ് ഇതുപോലെ കറി ഉണ്ടാക്കിയിട്ടുണ്ട്, ഈ കറി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ സ്റ്റൈല് കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റൈലും പേരും മാറ്റിയിട്ട് ഇന്ന് പുതിയതായിട്ട് ഉണ്ടാക്കുകയാണ്. എന്താണ് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും ടേസ്റ്റ് ഈ ഒരു കറിക്ക് ഉണ്ടാവുമെന്ന്, ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ കറി. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. എത്രയാണ് വേണ്ടത് വെച്ചാൽ അത്ര എടുക്കാം കേട്ടോ. ഞാനൊരു 4 മുട്ട എടുത്തിട്ട് അത് പൊട്ടിച്ചിട്ട് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് പാത്രം നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നിങ്ങൾക്ക് എന്ത് ഓയിലാണ് വേണ്ടത് വെച്ചാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണ മാത്രം യൂസ് ചെയ്യുന്നതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എന്ന് മാത്രം. അത് ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ നന്നായി ചൂടാവാൻ വെക്കുക. അത്യാവശ്യം നന്നായിട്ട് ചൂടാവണം കേട്ടോ. ചൂടാവണതിൻ്റെ മുമ്പ് ചെയ്യാൻ പാടില്ല. നന്നായിട്ട് ചൂടാവാൻ വെക്കുക. എന്നിട്ട് നമ്മൾ ബീറ്റ് ചെയ്തിട്ടുള്ള ആ എഗ്ഗ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതൊഴിക്കുമ്പോൾ കുറച്ചിങ്ങനെ നമ്മൾ അത് ചുരുട്ടിയെടുക്കാനുള്ള ഒരു ഇതിലായിട്ട് ഇങ്ങനെ നൈസായിട്ട് ഒഴിച്ചു കൊടുക്കണം. പാത്രം തീ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കത്തുന്നതാണ് നല്ലത്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒരു സ്പൂണും ഇതൊക്കെ വെച്ചിട്ട് നമ്മളതിങ്ങനെ ചുരുട്ടി എടുക്കുകയാണ് വേണ്ടത്. അതെങ്ങനെ ചുരുട്ടി എടുക്കുമ്പോൾ ആ ബാക്കി വന്ന സ്ഥലത്ത് അടുത്തത് വീണ്ടും ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് വീണ്ടും ചുരുട്ടുക. അങ്ങനെയാണ് ഇത് ചുരുട്ടിയിട്ട് എടുക്കേണ്ടത്. അത്യാവശ്യം നല്ല രീതിയിൽ തീ കത്തിക്കുക. എണ്ണ ഒഴിക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കരവിരുതാണ് കേട്ടോ. അത് കറക്റ്റായിട്ട് അങ്ങനെ ചുരുണ്ട് കിട്ടണമെങ്കിൽ കുറച്ച് പണി, അത്ര പണിയൊന്നും ഇല്ല, എന്നാലും ചെറിയ രീതിയിൽ പണിയാണ്. അത് കറക്റ്റായിട്ട് ഇങ്ങനെ ചുരുട്ടി എടുക്കുക. നമുക്ക് ഓംലെറ്റ് വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഇതൊരു ഓംലെറ്റ് തന്നെയാണ്, പക്ഷേ നമ്മളിങ്ങനെ ചുരുട്ടി എടുക്കുമ്പോൾ ഇത് കഴിക്കുമ്പോൾ ഇതിന് ചെറിയൊരു ടേസ്റ്റിനൊരു വ്യത്യാസം തോന്നും നമുക്ക്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, സവോള പലതരത്തിൽ അരിയുമ്പോൾ അത് ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടെന്നുള്ള, അതേപോലത്തെ ഒരു ഇത് കഴിക്കുമ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ വേറൊരു ടേസ്റ്റാണ് ഇതിന് വരുന്നത്. ഇനി ബാക്കിയുള്ളത് കൂടി അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഒട്ടും വേസ്റ്റ് ആക്കരുത്, നന്നായിട്ട് തുടച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. എഗ്ഗൊന്നും വേസ്റ്റാക്കി കളയൊന്നും വേണ്ട. ഇനി ആ ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ചുരുട്ടി കൊടുക്കുക. ലാസ്റ്റ് എത്തുമ്പോഴത്തേക്ക് കുറച്ച് ടാസ്ക്കാണ്, എന്നാലും ചുരുട്ടി തന്നെ കൊടുക്കുക. ഇനി ഇത് തിരിച്ചു മറിച്ചിട്ട് നന്നായി വേവിക്കണം. കാരണം നമ്മൾ ഫുള്ളായിട്ട് കുക്കാവുന്നതിന് മുമ്പ് ഉരുട്ടിയെടുത്തതല്ലേ, അതുകൊണ്ട് തന്നെ കുറച്ച് അടച്ച് വെച്ചിട്ടും വേണമെങ്കിൽ വേവിക്കാം. അല്ലെങ്കിൽ അങ്ങനെ തുറന്ന് വെച്ച് തന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഉള്ളിലൊക്കെ നന്നായിട്ട് വേവണം, അല്ലെങ്കിൽ ചിലപ്പോൾ അതുപോലെ ഇരിക്കും. അപ്പോൾ അത് ഇഷ്ടമില്ലാത്തവർക്ക് അത് നന്നായിട്ട് വേവിക്കണം. ഞാൻ ഇവിടെ നന്നായിട്ട് വേവിച്ചിട്ടുണ്ട്. കുറച്ച് സമയം ഞാൻ അടച്ചു വെച്ചു, കുറച്ച് തിരിച്ചും മറിച്ചും സൈഡൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടൊക്കെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യം കുക്കായിട്ടുള്ളതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്തത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേവാത്തതാണ് ഇഷ്ടം ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതേപോലെ എടുക്കാം. ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ കുറച്ച് അടച്ചും വെച്ചിട്ടും വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അത് പൊട്ടാതെ നല്ല രീതിയിൽ തന്നെ എടുത്തിട്ട് മാറ്റുക.
അതിനുശേഷം നമ്മൾക്ക് ഈ പാത്രത്തിലേക്ക് തന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഞാൻ വേറെ ഒന്നും ഇടുന്നില്ല, വേപ്പില പോലും ഇടുന്നില്ല. കാരണം ഞാൻ വേപ്പില മല്ലിയില എല്ലാം കൂടി അരച്ചിട്ടാണ് ഒരു മസാല പോലെ അവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വേപ്പിലൊന്നും ഇടുന്നില്ല. അതിനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് ഈ കറി കഴിക്കുമ്പോൾ നമുക്ക് ഒട്ടും ഒരു കാര്യവും വേസ്റ്റായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ മുളകിൻ്റെ തൊലിയാണെങ്കിലോ വേണമെങ്കിൽ അത് അരയ്ക്കുന്ന സമയത്ത് വേണ്ടവർക്ക് മുളകിൻ്റെ തൊലി ഇടാം കേട്ടോ. ഞാനിട്ടിട്ടില്ല. അപ്പോൾ ഒരു സാധനം നമുക്ക് വേസ്റ്റായിട്ട് ഉണ്ടാവില്ല. വേപ്പിലയാണെങ്കിലും അങ്ങനെ ഒന്നും, സവാള എന്താണെങ്കിലും വേസ്റ്റായിട്ട് ഒന്നും ഉണ്ടാവില്ല. ഫുൾ ക്രീമായിട്ടിരിക്കും. അതിനാണ് അത് ഫുള്ളായിട്ട് അരച്ചിട്ടുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ കുറച്ച് ഉലുവ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഉലുവ ഇട്ട് കൊടുത്തിട്ട് അത് ചൂടായി വരുമ്പോൾ നമ്മൾക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പ് ഇതിലേക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊഴിക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. കാരണം നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചതെങ്കിലും ടൊമാറ്റോയിലും സവാളയിലൊക്കെ വാട്ടർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അതൊഴിക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ കുറച്ച് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇത് ഒഴിക്കാൻ. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ചധികം സമയം ഇത് കുക്കായിട്ട് വരാനുണ്ട്. കാരണം പച്ചയാണല്ലോ നമ്മൾ എല്ലാം അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം ശരിക്കും മാറണം. അതിനായിട്ട് ഈ എണ്ണയിലിട്ടിട്ട് കുറച്ചധികം സമയം ഇത് വഴറ്റിയെടുക്കണം. ഇത് എണ്ണയിലിട്ട് വഴറ്റിയതിന് ശേഷമാണ് നമ്മൾ അരച്ചെടുക്കുന്നതെങ്കിൽ ഇത്രയധികം വഴറ്റേണ്ട കാര്യമില്ല. പക്ഷേ ഇത് അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഒരു തവണ വഴറ്റിയാൽ മതിയല്ലോ എന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. 2 തവണയായിട്ട് വഴറ്റിയെടുക്കണ്ടല്ലോ, പിന്നെ ചൂടാറാനൊന്നും നിൽക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. കുറച്ച് ഈസി ആയിട്ടുള്ള മെത്തേഡിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഈ മെത്തേഡിൽ സൂപ്പർ കറിയാണ്. അപ്പോൾ എന്നിട്ട് ഇതുപോലെ ആക്കിയെടുക്കുക. നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറണം. അതുവരയ്ക്ക് നന്നായി വഴറ്റിയെടുക്കുക. എന്നിട്ട് വേണം നമ്മൾക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക, 1 ടീസ്പൂൺ മുളക് പൊടി ഇടുക, 1 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി ഇടുക. ഇത്രയും ഇട്ടിട്ട് ഇത് വീണ്ടും ഒന്നുകൂടി നന്നായി ഇങ്ങനെ ചൂടാക്കിയെടുക്കുന്ന പോലെ ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുക. അത് നന്നായി വഴന്ന് വന്നാൽ നമ്മൾക്ക് കുറച്ച് തിളച്ച വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഒഴിക്കുക. പച്ചവെള്ളം ഒഴിക്കാണ്ടിരിക്കുക. തിളച്ച വെള്ളം ആവശ്യത്തിന് എത്രയാണോ നമുക്ക് വേണ്ടത് അത്രയും വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി അത് രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് മിക്സായിട്ട് വരട്ടെ. അതുവരെ നന്നായിട്ടൊന്നിങ്ങനെ തിളപ്പിച്ച് എടുക്കുക. അതിനിടയിൽ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ലേ, അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഉപ്പിട്ട് കൊടുക്കാം. എല്ലാ കാര്യങ്ങളും നമ്മൾ അളവ് കറക്റ്റായിട്ട് പറയും. പക്ഷേ ഉപ്പിൻ്റെ കാര്യം വരുമ്പോൾ എല്ലാവരും ആവശ്യത്തിന് ഉപ്പ് എന്ന് പറയും. അതിനുള്ള കാരണം ഉപ്പ് പലരും പല രീതിയിലാണ് ഉപയോഗിക്കുക. ഞാൻ കുറച്ച് ഉപ്പ് ഉപയോഗിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അധികം ഉപ്പ് ചെയ്യാറില്ല. കുറച്ച് ഉപ്പേ ഞാൻ ഇടാറുള്ളൂ. നിങ്ങൾക്ക് ഉപ്പ് അധികം വേണമെന്നുണ്ടെങ്കിൽ ഇടാം, അതല്ല കുറവ് വേണ്ടുള്ളൂവെങ്കിൽ അതിടാം. അതുകൊണ്ടാണ് ആവശ്യത്തിന് ഉപ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് ഗരം മസാലയുടെ പൊടി ഇട്ട് കൊടുക്കാം. ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ, ഞാൻ വാങ്ങിക്കാറില്ല. ചിക്കൻ കറി ആണെങ്കിലോ മട്ടൻ കറി ആണെങ്കിലോ ഒക്കെയും വേറെ മസാലകളൊന്നും ഞാൻ ചേർക്കാറില്ല. വീട്ടിൽ തന്നെ കഴുകി ഉണക്കി പൊടിച്ച ഈ പൊടികളും അതിൻ്റെ കൂടെ ഗരം മസാല മാത്രമേ ഞാൻ ഇതിലൊക്കെ ചേർക്കാറുള്ളൂ. അപ്പോൾ അതവിടെ കിടന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അത് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഇനി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുട്ടച്ചുരുട്ട് ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം. നല്ല വൃത്തിയിൽ കട്ട് ചെയ്തെടുക്കണം. അത് ഓരോരുത്തർക്ക് എങ്ങനെയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അതേപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിങ്ങനെ ഈ നീളത്തിൽ വന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് നീളത്തിൽ ഇതേപോലെ തന്നെ മുറിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അത് സ്ക്വയറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു പനീർ കറിയൊക്കെ പോലെ ഉണ്ടാവും കാണാനായിട്ട്. ഞാനിപ്പോൾ ഇതേപോലെ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ മതിയെന്ന് കരുതിയിട്ട് അങ്ങനെ കട്ട് ചെയ്തത്. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തെടുക്കാം. ഉള്ളിലൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ അതേപോലെ അത് കട്ട് ചെയ്തെടുക്കാം മുഴുവനായിട്ട്. അങ്ങനെ കട്ട് ചെയ്ത് വരുമ്പോൾ ലാസ്റ്റത്തെ മുരിഞ്ഞ ഭാഗം കാണുമ്പോൾ നമുക്കൊന്ന് കഴിക്കാൻ തോന്നും. അപ്പോൾ അതെടുത്ത് കഴിക്കുക. എല്ലാ ഭാഗവും നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. ഞാൻ എടുത്ത് നോക്കുമ്പോൾ കണ്ടില്ലേ, എല്ലാ സൈഡും കുക്കായിട്ടുണ്ട്. എന്നിട്ട് ഇനിയിപ്പോൾ ഇത് അതിലേക്ക് ഇടുകയാണ് അടുത്ത പരിപാടി. അങ്ങനെ നമ്മളുടെ മുട്ടച്ചുരുട്ട് എടുത്തിട്ട് കറിയിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നന്നായി തിളച്ചിട്ട് അത്യാവശ്യം എണ്ണയൊക്കെ ഒഴിച്ചുകൊണ്ട് എണ്ണയൊക്കെ ഇങ്ങനെ മേലെ നിൽക്കുന്നുണ്ട്. നമ്മൾ എന്ത് കറി ഉണ്ടാക്കുകയാണെങ്കിലും എണ്ണ ഇങ്ങനെ മേലെ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്കതിൻ്റെ ഒരു പരുവം കറക്റ്റായിട്ട് ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണെന്ന് നമുക്ക് തോന്നില്ലേ കാണുമ്പോൾ? അതേപോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുട്ടച്ചുരുട്ട് എല്ലാം എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഗ്രേവി നന്നായിട്ട് ആ മുട്ടച്ചുരുട്ടിലെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക.
അങ്ങനെ നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമ്മളെ കറി റെഡിയാണ്. ഇത് കാണാൻ അത്ര ഭംഗിയുണ്ടോയെന്ന് അറിയില്ല, പക്ഷെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. വെറുതെ പറയുന്നതല്ല, ഉണ്ടാക്കി നോക്കണം. അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.